ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ വിട്ടയക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രതിനിധികളും ഈജിപ്തും തമ്മിൽ നടത്തിയ ചർച്ചകൾ അവസാനിച്ചു. ഇത് ഹമാസിന് നൽകുന്ന അവസാനത്തെ അവസരമാണെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. റഫയിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രായേൽ സേന സജ്ജമാണെന്നും ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി. തങ്ങൾ റഫയിലേക്ക് കടന്നു കയറുന്നതിന് മുൻപുള്ള അവസാന അവസരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെന്നാണ് ഇസ്രായേൽ ഈജിപ്ഷ്യൻ പ്രതിനിധികളോട് വ്യക്തമാക്കിയത്. ഒന്നുകിൽ ബന്ദികളെ വിട്ടയക്കുക, അല്ലെങ്കിൽ റഫയിലേക്ക് സൈനിക നീക്കം നടത്തുക എന്ന നിലപാടിലേക്കാണ് ഇസ്രായേൽ എത്തിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. 40ഓളം ബന്ദികളെയെങ്കിലും മോചിപ്പിക്കണമെന്നും 20 ബന്ദികളെ മോചിപ്പിക്കാമെന്ന ഹമാസ് നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിന് മുൻപുള്ള കരാറിന്റെ ഭാഗമാണോ ഇതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും വെടിനിർത്തൽ ദിവസങ്ങളുടെ എണ്ണമെന്നും ഇസ്രായേൽ പറയുന്നു. വടക്കൻ ഗാസയിലേക്ക് താമസക്കാരെ മടങ്ങാൻ അനുവദിക്കുക, യാതൊരു പരിശോധനയും കൂടാതെ ഹമാസ് അംഗങ്ങളെയും മടങ്ങാൻ അനുവദിക്കുക, ഇതുകൂടാതെ കൂടുതൽ ഇളവുകൾ നൽകാൻ തയ്യാറാണെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഗാസയെ രണ്ടായി വിഭജിക്കുന്ന പ്രധാന ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള സന്നദ്ധതയും ഇസ്രായേൽ അറിയിച്ചതായാണ് സൂചന. റഫ ഓപ്പറേഷനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും IDF പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് അമേരിക്കയുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എന്നാൽ തങ്ങളുടെ ഭാഗത്തു നിന്നും പുതിയതായി ഒന്നുമില്ലെന്നും സ്ഥിരമായ വെടിനിർത്തലും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഹമാസും വ്യക്തമാക്കുന്നു. അതേസമയം വേൾഡ് എക്കണോമിക് ഫോറവുമായി ബന്ധപ്പെട്ട യോഗത്തോടനുബന്ധിച്ച് ഗാസയിൽ അനുരഞ്ജനത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ചർച്ചകൾക്കായി പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരും റിയാദിൽ എത്തും. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും യോഗങ്ങളിൽ പങ്കെടുക്കും. നിലവിൽ ഇതുവരെ ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 34,388 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 77,437 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ ഒക്ടോബർ 7-ന് ഇസ്രായേലിനുള്ളിൽ വെച്ച് 1000ഓളം ഹമാസ് ഭീകരരെ വധിച്ചതായും ഗാസയിൽ വെച്ച് 13,000ഓളം ഹമാസ് ഭീകരരെ കൊലപ്പെടുത്തിയതായും ഇതുവരെ 261 IDF സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായും ഇസ്രായേലും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.